ആദ്യം മെസ്സി വരുന്നതായിരുന്നു പ്രശ്നം, ഇപ്പോ മെസ്സി വരാത്തതാണ് പ്രശ്നം. ശരിക്കും ഇവിടെ ആർക്കാണ് പ്രശ്നം? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മെസ്സി കേരളത്തിലേക്ക്, അർജന്റീന കേരളത്തിലേക്ക് എന്നുള്ള സംഭവം. അപ്പൊ അതിൽ കുറെ വ്യക്തതകൾ വരുന്നു. അപ്പോൾ എന്തായാലും അർജന്റീന തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ് അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുണ്ട്, അതിന് ഇത്ര ചെലവുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അത് അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ് അതോറിറ്റി അത് വേണ്ട എന്ന് നോക്കുന്നു. അപ്പോൾ കേരളത്തിലെ ഫാൻസിനെ കണ്ടുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചത് എന്നുള്ള രീതിയിൽ കേരള ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നു. അവര് ഇതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ നമ്മൾ അവരതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചതൊന്നും കാണാതെ പോകരുത്. നമ്മൾ ഓൾറെഡി അർജന്റീന കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഗുണങ്ങളെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ നമ്മൾ വ്യക്തമായിട്ട് അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ പറയുന്ന സംഭവമൊക്കെ നടന്നിട്ട് കുറെ ആയി, എന്നാലും അതേപ്പറ്റി ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചു. കാരണം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇപ്പൊ വരുന്ന വാർത്ത എന്ന് പറയുന്നത് അർജന്റീന അവരുടെ പുതിയ മാച്ചുകളൊക്കെ ഷെഡ്യൂൾ ചെയ്തു. ചൈനയായിട്ടോ ആരാണ്ടൊക്കെ ആയിട്ട് മത്സരങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലേക്ക് മത്സരം അവർ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഇത് ആരാണ് പറഞ്ഞതെന്നോ എന്നും എനിക്കറിയില്ല, കാരണം ഞാൻ അങ്ങനെ ഒന്നും കണ്ടില്ല. ഞാൻ കണ്ടത് ഇത്രയും മത്സരങ്ങളാണ്. അർജന്റീനയ്ക്ക് അടുത്തതായി വരുന്നത് ജൂൺ 6-ാം തീയതി ചിലി ആയിട്ട് മത്സരമുണ്ട്. ജൂൺ 11-ാം തീയതി കൊളംബിയ ആയിട്ട് മത്സരമുണ്ട്. അതിനുശേഷം സെപ്റ്റംബറിലാണ് അർജന്റീനയ്ക്ക് മത്സരം വരുന്നത്. അതായത് അത് വെനൂസിലായിട്ട് സെപ്റ്റംബർ 9-ാം തീയതിയും അതേപോലെ ഇക്വഡോർ ആയിട്ട് സെപ്റ്റംബർ 14-ാം തീയതിയുമാണ് മത്സരം. അപ്പോൾ കേരളത്തിലേക്ക് വരാൻ പറഞ്ഞിരുന്ന ഡേറ്റ് ഇതൊന്നും അല്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലേക്ക് വരുന്നു എവിടെയെങ്കിലും, ഇനിയിപ്പോ ചൈന ആണെങ്കിൽ ചൈന, എവിടെ ആയിക്കോട്ടെ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ നമ്മൾ ഗൂഗിളിൽ അർജന്റീന മാച്ച് എന്ന് മാത്രം ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ മാച്ച് ലിസ്റ്റുകൾ വരും. അപ്പൊ അതിൽ ഈ പറയുന്ന ചൈനയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വേറെ രാജ്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ കണ്ടത് ഈ 4 രാജ്യങ്ങളാണ്. അതിൽ ഏറ്റവും ലാസ്റ്റ് ഷെഡ്യൂൾ കിടക്കുന്നത് ഇക്വഡോർ ആയിട്ടുള്ള മത്സരമാണ്, സെപ്റ്റംബർ 14-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഷെഡ്യൂളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം. അപ്പം സമൂഹ മാധ്യമങ്ങളിൽ വിടുന്ന കുറെ ന്യൂസുകൾ അത് എന്തിന്റെ പേരിലാണ്, രാഷ്ട്രീയ മുതലെടുപ്പാണോ എന്ത് കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം മെസ്സി വരൂ എന്ന് പറഞ്ഞു, പറ്റിച്ചു, രാഷ്ട്രീയപരമായിട്ട് മുതലെടുത്തു, സോഷ്യൽ മീഡിയ മുഴുവൻ ഇത് തന്നെയായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. എന്തിനാണ് ഇങ്ങനെ? അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അത് ആരാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. റിപ്പോർട്ടർ കമ്പനിയുടെ ഏത് ഡെസിഗ്നേഷനിലുള്ള ആളാണ് എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ആ ന്യൂസിൽ ആ ഒരു കോൺഫറൻസിൽ കണ്ടത് ആള് പറയുന്നുണ്ട് അത് സ്റ്റിൽ പ്രോസസിംഗിലാണ്. കാരണം ആളതിനത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് സെവൻസ് കളിക്കുന്ന ഒരു സെവൻസ് ടീമിനെ കൊണ്ടുവന്ന് സെവൻസ് ടൂർണമെന്റ് നടത്തുന്ന പോലത്തെ പരിപാടി അല്ലല്ലോ. വേൾഡ് കപ്പ് അടിച്ച അതും അർജന്റീന, അതായത് മെസ്സി അടങ്ങുന്ന അർജന്റീനയെ കൊണ്ടുവരുന്ന പരിപാടിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നൂലാമാലകളും പ്രൊസീജിയേഴ്സും ഉണ്ട്, സത്യമല്ലേ? അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് അത് നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറയുന്നത് അതൊരിക്കലും ഡ്രോപ്പ് ആയിട്ടില്ല. മെസ്സി വരിക തന്നെ ചെയ്യും, മെസ്സിയെ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം, അർജന്റീന വരിക തന്നെ ചെയ്യും. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്ന ന്യൂസുകൾ അത് ശരിക്കും മുതലെടുപ്പുകൾ തന്നെയാണ്, കണ്ടുകടിയുള്ളവരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുകയൊന്നും അല്ല, പക്ഷെ ആരായാലും അതിൽ എടുക്കുന്ന എഫേർട്ടിനെ നമ്മൾ സമ്മതിച്ചേ മതിയാകും. ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അതിലെ പ്രയത്നം നമ്മൾ കാണാതെ പോകരുത്. ഈ പ്രയത്നത്തെ നമ്മൾ മറന്നുകൊണ്ട് അവരെ കളിയാക്കാനോ പരിഹസിക്കാനോ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത് വളരെ വലിയ മോശമായ ഒരു കാര്യമാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ഉണ്ടായ ഒരു സാഹചര്യം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. നാഷണൽ ഹൈവേ ഇവിടെ ഇടിഞ്ഞു വീണ ഒരു സാഹചര്യം. അപ്പോ ഞാൻ തുടർച്ചയായിട്ട് കണ്ടുപോയ അത് മുഴുവൻ ട്രോളുകളാണ്. ഇപ്പോ ഫ്ലെക്സിൽ ഫോട്ടോ വെച്ചവരാരുമില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഇത് കേന്ദ്രമാണെന്ന് പറയുന്നു, സംസ്ഥാന ഗവൺമെന്റ് അല്ലെന്ന് പറയുന്നു. ഇങ്ങനെ കുറെ ട്രോളുകൾ, ഭയങ്കര നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന കുറെ സാധനങ്ങളാണ്. പക്ഷെ അതിന്റെ സത്യാവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. സത്യം ഇതാണ്. എല്ലാവരും കേരള ഗവൺമെന്റിനെ കുറ്റം പറയുന്നു, റോഡ് പണി വേണ്ട രീതിക്ക് അനലൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേണ്ട എഞ്ചിനീയർമാരില്ല, ഇതില്ല, അഴിമതിയാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ നാഷണൽ ഹൈവേ അതോറിറ്റി അല്ലേ ഇതിൽ ഈ റോഡ് പണിയുന്നത്, അവരുടെ അണ്ടറിലല്ലേ ഇത് നടക്കുന്നത്. അപ്പോൾ ഭൂമി എടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഭൂമി എടുത്ത് നൽകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേരളത്തിനെ ഏൽപ്പിച്ചിരുന്നത്. കേരളം അത് കൃത്യമായി ചെയ്തു, അതിനുവേണ്ട ബജറ്റും കേരളം നൽകി. അപ്പോൾ ഇത് ശരിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അത് അവരുടെ ഫോൾട്ട് അല്ലേ, അവരാണ് ആ തെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എന്തൊക്കെയോ പരിപാടിയോടെ നടക്കുന്നത്. അപ്പൊ ഇതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പരക്കുന്ന പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്ന പിഴവ് കേരള ഗവൺമെന്റിന്റെ പിഴവാണ്. കേരള ഗവൺമെന്റിനെ കളിയാക്കിക്കൊണ്ട് അപ്പം കുറച്ച് സമയം, ഈ സത്യം പുറത്തു വരുന്നത് വരെ നമുക്ക് കുറച്ച് സമയം കിട്ടത്തുള്ളൂ. ആ കുറച്ച് സമയം കൊണ്ട് ഒരു 10 പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് എന്നതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പ്രതിപക്ഷം പോലെയുള്ള ആളുകൾ നോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മെസ്സി വരുന്ന കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മെസ്സി എന്തായാലും വരും. അപ്പോൾ ഈ പ്ലാൻ ഡ്രോപ്പ് ആയിട്ടില്ല, അത് പ്ലാൻ ഇപ്പോഴും നടക്കുന്നു. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും മെസ്സി വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. താങ്ക് യു.